ഇന്ന് ഇൻവിസിബിൾ നെക്ലേസ് ആണ് കേട്ടോ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബീഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഗോൾഡൻ്റെ ഒരു ഷെയ്ഡുള്ള ബീഡാണ്, ഗ്ലാസ് ബീഡാണ്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വൈറ്റ് പേള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വൈറ്റ് കളറുള്ള ഗുങ്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇൻവിസിബിൾ നെക്ലേസ് ഉണ്ടാക്കാം കേട്ടോ. ഗിയർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം ഈ ബീഡ് കോർത്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ സെൻറ്ററിലാണ് വിധത്തിൽ കോർത്ത് കൊടുക്കാം. പിന്നെ ഈ ഗുങ്കുരു ആണ് കേട്ടോ കോർത്ത് കൊടുക്കണത്. ഒരു സൈഡിൽ കോർത്ത് കൊടുക്കാം ആദ്യം. ഒരു 6 കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഇനി അടുത്ത സൈഡിൽ അതുപോലെ തന്നെ ഒരു 6 കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആറെണ്ണം കോർത്തപ്പോഴേ അതെനിക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല, കുറച്ച് കൂടുതലായ പോലെ തോന്നി. അപ്പം ഞാൻ 2 എടുത്തിട്ട് 4 ആക്കിയിട്ടാ. ഇനി 2 സൈഡിലും നമുക്ക് ഗോൾഡൻ്റെ ബീഡ് കോർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗിയർ ലോക്ക് 2 സൈഡിലും കോർത്ത് കൊടുക്കാം. നമുക്കിത് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കാം കേട്ടോ. സെൻറ്ററിലാക്കി പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ നമുക്ക് അടുത്തതും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം കോർത്ത പോലെ തന്നെ നമുക്കിനി അടുത്തത് ഈ ഒരു സൈഡിൽ കോർക്കാം കേട്ടോ. ആദ്യം ഗിയർ ലോക്ക് കോർത്തുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കോർക്കണേക്കാളും മുന്നേ തന്നെ ഗിയർ ലോക്ക് ഞാൻ പ്രസ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചും കൂടി നീക്കിയിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കാം കേട്ടോ. ഇവിടെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗോൾഡൻ്റെ ബീഡ് കോർക്കാം. ഇത് കുറേ ഗുങ്കുരൊക്കെ കോർക്കണ കാരണം എല്ലാതും കോർത്തിട്ട് അത് ലോക്ക് ചെയ്യണേക്കാളും നല്ലത് ആദ്യം തന്നെ ഗിയർ ലോക്ക് ഒന്ന് കോർത്തിട്ട് ലോക്ക് ചെയ്യായിരിക്കും കേട്ടോ. ഇനി ഗുങ്കുരു 4 കോർത്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബീഡാണ് കോർക്കണത്. പിന്നെ വീണ്ടും ഒരു 4 ഗുങ്കുരു കോർക്കാം. പിന്നെ ഗോൾഡൻ ബീഡ് കോർക്കാം. അത് കഴിഞ്ഞിട്ട് ഗിയർ ലോക്ക് കോർക്കാം കേട്ടോ. ഇനി ഇതോടെ ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ സൈഡിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഈ ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 2 ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടിയും എടുത്തിട്ട് പ്രസ് ചെയ്തിട്ട്
ലോക്കാക്കാം കേട്ടോ. അങ്ങനെ ഈ ലോക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാലയുടെ വർക്ക് കഴിഞ്ഞു. ഇതാണ് കേട്ടോ മാലയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.